യെസ്, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. യെസ്, പ്ലീസ് 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 അത് നിങ്ങൾ പറയണ്ട, ഇവിടെ പറഞ്ഞോളൂ. ഇവിടെ സമയം വല്ലാതെ എടുക്കില്ല, ചുരുക്കി സംസാരിക്കാം. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗവൺമെൻറ് വളരെ പ്രാധാന്യം നൽകിയാണ് നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 48 കോടി രൂപയും ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അത് 70 ലക്ഷമായി വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഈ കാഴ്ചപ്പാടോടുകൂടിയാണ്. ഇതിന് മുതിർന്ന ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ അഭിനന്ദിക്കാനും നന്ദി പറയാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സർ, നമുക്ക് നേരത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിബന്ധമായി നിന്നത് പണത്തിൻ്റെ അഭാവമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ 1051 കിലോമീറ്റർ സോളാർ വേലിയും 120 കിലോമീറ്റർ സോളാർ തൂക്കുവേലിയും ആനപ്രതിരോധ കിടങ്ങും സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ഒരു ഭാഗത്തോടുകൂടി നടക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ല എന്ന് ഇന്നും ഇവിടെ ചില ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്യജീവികൾ കാട്ടിൽ നിന്നും ഇറങ്ങി നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ ബഹുമാനപ്പെട്ട കുറുക്കോളി ഒരു കാര്യം പറഞ്ഞത് ഭക്ഷണവും വെള്ളവും മഞ്ഞളാംകുഴി അലി പറഞ്ഞത് ഇതുണ്ടാക്കണമെന്നാണ്. ഇതിനാവശ്യമായ നടപടികളുടെ ഭാഗമായി നമ്മൾ കുളങ്ങളും കിണറുകളും ഒക്കെ സ്ഥാപിക്കുന്നതിനുള്ള ഒരാവശ്യത്തിനാണ് ഈ പണം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ പ്രഖ്യാപിച്ച നയങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അതിനൊന്ന് സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി ഈ വന്യജീവി അക്രമത്തെ നമ്മൾ കണ്ടതുകൊണ്ട് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൂടി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള അധികാരം സംബന്ധിച്ചിവിടെ ഒരു പരാമർശമുണ്ടായി. അതിൽ എനിക്ക് പറയാനുള്ളത്, കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ടിപ്പോൾ. ആ അധികാരത്തിൻ്റെ സവിശേഷത ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമാണ് ആ ഉത്തരവ് ഇറക്കാനുള്ള അധികാരം. അത് നമ്മളെന്ത് ചെയ്തു? ഈ ഗവൺമെൻറ് നേരെ ഇത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കുമായി ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5000-ലധികം പന്നികളെ പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടി വെടിവെച്ച് കൊല്ലാൻ ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പഞ്ചായത്തുകൾ അത്ര താല്പര്യത്തോടു കൂടിയല്ല ഇതിനോട് പ്രതികരിച്ച് കാണുന്നത്. അതിനൊരു കാരണമായി പറഞ്ഞത് അവർക്ക് ഇതിനു വേണ്ടി വരുന്ന ചെലവ് വഹിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ഉത്തരവിലൂടെ ഈ ഒരു പഞ്ചായത്തിന് ഒരു വർഷം 1 ലക്ഷം രൂപ വരെ ഈ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുമെന്നാണ് തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 1000 എന്നുള്ളത് 1500-ഉം 1500 എന്നുള്ളത് 2000-ആയി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൗകര്യം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഈ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ നമുക്കത് പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ കാട്ടുപന്നിക്കപ്പുറമുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണ്. അങ്ങനെയൊരു അവകാശം നമുക്കാർക്കും ഇപ്പോഴില്ല. അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഈ നിയമസഭ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ നൽകുന്നതിനാവശ്യമായ ഭേദഗതികൾ നിലവിലുള്ള നിയമത്തിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള
ഒരു പ്രമേയം ഈ സഭ പാസ്സാക്കിയത് ബഹുമാനപ്പെട്ട മെമ്പർമാർ ഓർമ്മിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഒരു പ്രതികരണവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ഇവിടെ പറഞ്ഞത് ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് നോക്കാം. കാരണം ഗവൺമെന്റ് ജോലി കേസിന് പോകാൻ കഴിയുമോ? വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ വാർത്തയായിരുന്നു നാഷണൽ മീഡിയ. അതെ അതെ അതെ, അത് നമ്മുടെ സുഹൃത്തല്ലേ, സ്പീക്കറുടെ സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അത് ഒരു ഗവൺമെൻറ്റിന് ഒരു പിന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ കേസിന് പോകാൻ കഴിയുമോ എന്നൊരു സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളത് പരിശോധിച്ചതാണ്. കൂടുതൽ ചർച്ചകൾ നടത്തി സുപ്രീം കോടതിയെ നിയമപരമായി സമീപിക്കാൻ സാധിക്കുമെങ്കിൽ ആ നിർദ്ദേശം വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുന്നതാണ് എന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വൈബിൾ അതുമാത്രം ചെയ്തുകൊണ്ട് ഇരിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മരണനിരക്കിനെ കുറിച്ച് പറഞ്ഞു, വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന്. വർദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ മുൻകാല കണക്കുകളുടെ സുരക്ഷയിൽ തല പൂഴ്ത്തി വെച്ച് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഞാനിപ്പം പറയുന്നു. മുൻകാല കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, ആ കണക്കുകൾ വെച്ച്. പക്ഷേ ഈ പ്രശ്നം കണക്കുകളുടെ കളിയിലല്ല പരിഹരിക്കേണ്ടത്, ജനകീയ പ്രശ്നം എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതുവരെയും കണക്കുകൾ ഞാൻ വായിക്കാതിരുന്നത്. ഇപ്പോഴും ഞാനത് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരാൾ പോലും മരിക്കാനിടയാകരുത് എന്ന കാഴ്ചപ്പാടുള്ള സമയത്ത് നമ്പർ കുറച്ചു എന്ന അവകാശവാദം വലിയൊരു നേട്ടമായി ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. നമുക്ക് ഈ വന്യജീവികളുടെ അക്രമം തടയുക എന്ന പരിപാടിക്കും അപ്പുറം വനം വകുപ്പിന് ധാരാളം ചുമതലകൾ നിർവഹിക്കാനുണ്ട്. ആ ചുമതലകളുടെ ഭാഗമായി നടത്തുന്ന വൈവിധ്യമേർന്ന പരിപാടികൾ ഏറ്റവും ശ്രദ്ധേയമാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡലത്തിലെ പുത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ച സുവോളജിക്കൽ പാർക്ക് അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി അടുത്ത മാസം തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 273 ഗ്രാമപഞ്ചായത്തുകളിലായി അവിടെ വിദഗ്ധ സമിതികൾ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ തീരുമാനിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടത്തുന്ന പരീക്ഷണങ്ങളൊന്നും തന്നെ വിജയിക്കുന്നില്ല എന്ന് ഞാനല്ല പറഞ്ഞവർ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. ആ ആളുകളെ പേരും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ വേണ്ടത്ര വിജയിച്ച് കാണാത്ത സാഹചര്യത്തിൽ ഒരു പുതിയ സങ്കേതം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. AI അധിഷ്ഠിത എലിഫൻറ്റ്സ് എന്ന സ്മാർട്ട് ഫെൻസിങ് വിജയകരമായി പ്രവർത്തിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. വയനാട്ടിൽ ഇത് സംബന്ധിച്ച് ഒരു പരീക്ഷണം നമ്മൾ നടത്തിയപ്പോൾ വളരെ ഫലപ്രദമാണ് എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫെൻസിങ്ങിൻ്റെ ആ മാതൃകയിലുള്ള ഒരു ഫെൻസിങ് പുൽപ്പള്ളി പഞ്ചായത്തിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഹോട്ട്സ്പോട്ടായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ കോതമംഗലം പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. അവിടെ തൊടുപുഴ മണ്ഡലത്തിലാണ് ഈ സ്ഥലമെങ്കിലും മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ CSR ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്യാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് വിജയിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചാൽ വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് അത് ചെയ്യാൻ കഴിയും എന്നാണ് തോന്നുന്നത്. ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ ഒരു ബയോളജിക്കൽ പാർക്ക് നടത്തുന്നതിനുള്ള പണം ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. അതിന് ആ സ്ഥലത്ത് തന്നെ വന്യമൃഗ പരിപാലന കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള 1 കോടി രൂപ കിഫ്ബി വഴിയും ലഭിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ സാറ്റലൈറ്റ് ആന പുനരധിവാസ കേന്ദ്രവും സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പുത്തൂരിൽ ഹെർബിവോർ സഫാരി പാർക്ക് കൂടി സ്ഥാപിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ 2-3 കാര്യങ്ങൾ ചന്ദനവുമായി ബന്ധപ്പെട്ടതാണ്. മറയൂർ ചന്ദന ഡിപ്പോയുടെ കീഴിൽ സാറ്റലൈറ്റ് ചന്ദന ഡിപ്പോകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ സ്വകാര്യ ഭൂമിയിൽ നിന്നുള്ള ചന്ദനം മരം മുറിക്കുന്നതിനിപ്പോൾ തടസ്സമുണ്ട്. ആ തടസ്സം നീക്കുന്നതിനുള്ള നിയമപരമായ പുതിയ നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്.
ഈ രൂപത്തിൽ വിവിധ തലങ്ങളെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ, കാരണം ഇത് ഏകപക്ഷീയമായി പറ്റില്ല, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം പറ്റില്ല, ഭക്ഷണവും വെള്ളവും കൊടുത്താൽ മാത്രം പറ്റില്ല. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സമഗ്രമായ പരിഷ്കരണ പരിപാടികൾക്കാണ് വനം വകുപ്പ് തയ്യാറാകുന്നത്. ആ ആവശ്യത്തിലേക്കാണ് പണം അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാനിവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ആ ഉപക്ഷേപത്തെ നിങ്ങൾ അംഗീകരിച്ച് അനുവദിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു.